പ്രിയമുള്ളവരെ, നമ്മുടെ വലിയ ബോർഡുകളാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട തോമസേട്ടൻ മതലിൻ്റെ മുകളിൽ നിന്ന് കെട്ടിട്ടിരിക്കുകയാണ്. വലിയ കട്ടൗട്ടറുകൾ ഇന്നാണ് നമ്മൾ സ്ഥാപിക്കുന്നത്. നാളത്തെ കഴിഞ്ഞ് നോവേന തുറന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പാരിഷ് കൗൺസിലിൻ്റെ നമ്മുടെ പ്രിയപ്പെട്ട സാബു സാറ് കൂടെയുണ്ട്, ജിജോ ഉണ്ട്, കൈക്കാരൻ കിഫോർ പപ്പാളിയുണ്ട്, തോമസേട്ടനുണ്ട്, കർപ്പട്ടനുണ്ട്, ഞാനുണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട്. ഓക്കെ, താങ്ക് യു. പായസത്തിൻ്റെ പാചകം ആരംഭിച്ചു. പാചകം നടത്തിയിരിക്കുകയാണ്. അത് നന്നായി കിടക്കണം. നമ്മുടെ നേരത്തെ കഞ്ഞി ഭാഗത്ത് കൈ കഴുകുന്ന സ്ഥലമാണ് ബെഞ്ചമിൻ ചേട്ടൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. ഉള്ളവരെ നമ്മുടെ ഊട്ടിരുന്നാളുള്ള തേങ്ങ പൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. കൈക്കാരനും കേന്ദ്ര സമിതി പ്രസിഡന്റും റഷീദും നമ്മുടെ ഇപ്പോൾ ഇവിടെ പണിയെടുക്കുന്ന വിശ്വാസികളുടെ ആശാകേന്ദ്രമാണ് നമ്മുടെ യൂദാപുരം പള്ളി. ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ യൂദാശ്രീകയുടെ നേർച്ചക്കല്ലി കഴിച്ചവർക്കൊക്കെ അസുഖങ്ങളുള്ളവരുടെ അസുഖങ്ങൾ മാറിയിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്തുനിന്ന് ആഗ്രഹം വരെ ഇവിടെ ആളുകൾ വന്ന് കല്ലി കഴിക്കാൻ. ഭയങ്കര പേരാണ് വീട്ടിലും വെക്കാറുണ്ട്. പക്ഷെ ഇത്ര ടേസ്റ്റ് കിട്ടാറില്ല. അതെന്തായിരിക്കും? മിക്കവാറും പുണ്യാളുടെ ഒരു അനുഗ്രഹമുള്ളതുകൊണ്ടായിരിക്കും. എനിക്കൊരു അനുഗ്രഹം തന്നിട്ടുണ്ട്. എനിക്ക് രണ്ടാമത് മകനുണ്ട്. ഹോസ്പിറ്റലിൽ പ്രാർത്ഥിച്ചിട്ടാണ്. ഇവിടുത്തെ കഞ്ഞി നല്ല കഞ്ഞിയാണ്, ചേർച്ചയാണ്. ഇത് കിട്ടാവുന്നവർക്ക് കുഴിച്ചുകൊണ്ട് കൊടുക്കാറുണ്ട്. ഓരാത്രം പണിയെടുക്കുകയാണ്. രാത്രി മുഴുവൻ പണി. ലോഡിങ്ങാണ്, ലോഡിങ് എന്തായാലും ലോഡിങ്. അയ്യോ അയ്യോ, ഇന്നത്തെ വീഡിയോയിലെ മുഖ്യ അതിഥികൾ നിങ്ങളാണ്. മധുരിട്ടത് കാട്ടനൊക്കെ ഉണ്ട്. അത്യാവശ്യമായ അതിവിടേക്ക് ഞാൻ എനിക്ക് മനസ്സിലായില്ല എന്താണ് അപ്പുറത്ത് വരും വരും വരും. പണിയെടുത്ത് നടന്ന് ആ സൈഡും വരും, ആ സൈഡ് വരും. മെഷീൻ കെട്ടിക്കാണല്ലോ ഇവിടെ. ആ ടി വിയിലിടും. ആ കാട് പൊടും, കാട് കാട്. ചാവടി ചാവടി ചാവടികൾ ഇത് കണ്ട് വിഷമിച്ച് ചാവടിക്കട്ടെ. ദേവാലയം ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത ഞങ്ങളെ ബോധിപ്പിച്ചത്. കാരണം തോട്ടയ്ക്കാട്ടുകര കഴിഞ്ഞാൽ പിന്നെയുള്ള ദേവാലയം വരാപ്പുഴ അതിരൂപതയ്ക്ക് ഉള്ളത് കൊരട്ടിയിലായിരുന്നു.
അങ്ങനെ പല സ്ഥലങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു ദിവസം ജസ്റ്റിൻ അച്ഛൻ എന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞു, അച്ഛാ ഞാനൊരു സ്ഥലം കണ്ടിട്ടുണ്ട്, അച്ഛൻ വന്നൊന്ന് കാണണം. അപ്പോൾ ഞാൻ പിതാവിനോട് പറഞ്ഞു, ഞാൻ പോയി കാണാം, എന്നിട്ട് തൃപ്തികരമാണെങ്കിൽ പിതാവൊക്കെ ഒന്ന് പോയി കണ്ടാൽ മതി എന്നാണ്. അങ്ങനെ അന്ന് ഞാൻ ഒരു ഞായറാഴ്ചയായിരുന്നു. എനിക്കന്ന് കുർബാന ചെല്ലേണ്ടിയിരുന്നത് മുളന്തുരുത്തി പള്ളിയിലാണ്. അത് കഴിഞ്ഞ് ഞാൻ അങ്കമാലിക്ക് പോന്നു. ഇവിടെ എത്തിയപ്പോൾ നട്ടുച്ച സമയമാണ്. ജസ്റ്റിനച്ചൻ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ മുൻപിൽ നിൽപ്പുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് പുറപ്പെട്ടു. ഈ സ്ഥലം കണ്ടപ്പോൾ തന്നെ ഇത് ഒന്നുമില്ല, ഇവിടെ വെറുതെ മണ്ണെടുത്തിട്ട് നികത്തിയിട്ടിരിക്കുന്ന ഒരു 50 സെൻറ്റ് ഭൂമി, അതായിരുന്നു ആദ്യം ഇവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ വണ്ടി അതിലോട്ട് കയറ്റി. ഞങ്ങൾ രണ്ടുപേരും അവിടെ നട്ടുച്ചക്ക വെയിലത്ത് ഇറങ്ങി നിന്നിട്ട് നോക്കി. കണ്ടപ്പോൾ തന്നെ എന്തോ ദൈവികമായിട്ടുള്ള ഒരു അനുഭവം പോലെ തോന്നി, അനുഗ്രഹത്തിൻ്റെതായിട്ടുള്ള. ഓക്കെ, ഞാൻ അച്ഛനോട് പറഞ്ഞുകൊള്ളാം, നല്ല സ്ഥലം, നമുക്ക് ഇവിടെ തന്നെ പള്ളി പണിയാം എന്നാണ്. ഞാൻ തിരിച്ച് അരമനയിൽ ചെന്നു. പിതാവിനോട് പറഞ്ഞു, അങ്ങനെ സ്ഥലം കണ്ടിട്ടുണ്ട്, അത് തന്നെ മതി എന്നാണ്. കാരണം അതിനു മുമ്പ് കണ്ട സ്ഥലങ്ങളെല്ലാം അത്ര നല്ലതായിരുന്നില്ല. റോഡിൽ നിന്ന് കുറേ അകന്നൊക്കെ ഇരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ആരംഭം. അതെ, 25 വർഷങ്ങൾക്ക് ശേഷം ഇന്നിവിടെ എനിക്ക് ദിവ്യബലി അർപ്പിക്കുവാനായിട്ട് എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകിച്ച് സെബാസ്റ്റ്യൻ കറുകപ്പള്ളി അച്ഛനോട് പ്രത്യേകം നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും 25 വർഷങ്ങൾ, അന്ന് 50 സെൻറ്റിൽ ഒതുങ്ങിയിരുന്ന ആ സ്ഥലം ഇന്ന് വളർന്ന് വികസിച്ച് ഇത്രയധികം ഈ രൂപത്തിലായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും യൂദാസ്ലീഹായുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ധാരാളമായ അനുഗ്രഹങ്ങൾ വിശുദ്ധൻ്റെ മാധ്യസ്ഥതയിൽ നമുക്ക് ഓരോരുത്തർക്കും ധാരാളമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമുക്ക് ലഭിച്ചിട്ടുള്ള നിരവധിയായിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ഹൃദയപൂർവ്വം നമുക്ക് നന്ദി പറയാം. അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഇവിടെ ഒരു ദേവാലയം സ്ഥാപിക്കുവാൻ വിശുദ്ധ യൂദാസ്ലീഹ തൻ്റെ അനുഗ്രഹം നമ്മളെ അനുഗ്രഹത്തിലൂടെ നമ്മെ പ്രോത്സാഹിപ്പിച്ചതിന് പ്രത്യേകം നന്ദി പറയാം. പിന്നീട് വന്ന വൈദികരെ, ജസ്റ്റിനച്ചന് ശേഷം വളരെയധികം പേര് ഇതിലൂടെ കടന്നുപോയി, വികാരിമാരായിട്ടും ഡയറക്ടർമാരായിട്ടും എല്ലാവരും അവരുടേതായിട്ടുള്ള പ്രയത്നങ്ങളിലൂടെ ഇന്ന് ഈ നിലയിലേക്ക് ഈ ദേവാലയം അല്ലെങ്കിൽ ഈ തീർത്ഥാടന കേന്ദ്രം ഇവിടെ എത്തിയിരിക്കുന്നു. ഈ അവസരത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകം അനുഗ്രഹങ്ങൾ യാചിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ തിരുനാളിൻ്റെ എല്ലാ പ്രസിദ്ധേന്തിമാർക്കും അവരുടെ നിയോഗങ്ങൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വിശുദ്ധൻ്റെ മാധ്യസ്ഥതയിൽ ധാരാളമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഈ ദിവ്യബലി നമുക്ക് ആരംഭിക്കാം. ഈ ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന്